സെപ്റ്റംബർ 27 ബംഗളൂരു നഗരം സ്ലൊവാക് റിപ്പബ്ലിക്കിന്റെ പുതിയ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം. അവിടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഒരാളായിരുന്നു, ഡോക്ടർ റോയ് സി.ജെ. സാധാരണക്കാരനായി വന്ന് ബംഗളൂരുവിലെ ആകാശ ഗോപുരങ്ങൾ കീഴടക്കിയ മലയാളി. യൂറോപ്യൻ രാജ്യത്തിന്റെ നയതന്ത്ര പദവി അലങ്കരിക്കുന്ന ആദ്യ NRI എന്ന ബഹുമതിയുമായി അദ്ദേഹം തിളങ്ങി നിന്നു. എന്നാൽ ആ പ്രഭാവലയത്തിന് പിന്നിൽ കറുത്ത മേഘങ്ങൾ ഉരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. അത് ആരും അറിഞ്ഞില്ല. വെറും ദിവസങ്ങൾക്കുള്ളിൽ പടുത്തുയർത്തിയ സാമ്രാജ്യം വിറച്ചു തുടങ്ങി. കേന്ദ്ര ഏജൻസികളുടെ വരവ്, തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ, ഒടുവിൽ കേട്ടുശീലമില്ലാത്ത ആ ദാരുണമായ വാർത്ത. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത്? പണമില്ലാത്തതാണോ പ്രശ്നം, അതോ പണം വന്ന വഴികളാണോ പ്രശ്നം? ഇന്ത്യയിലെ കരുത്തരായ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് വലിയ ബിസിനസ്സുകളെ ലോക്ക് ചെയ്യുന്നത്? നിക്ഷേപകരുടെ കോടികൾ ഇനി എന്ത് സംഭവിക്കും? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും, ബിസിനസ് ലോകത്തെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താനായി. നമ്മൾ ഡോക്ടർ റോയിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല. കോർപ്പറേറ്റ് രംഗത്ത് നിന്നും ബിസിനസ്സിലേക്ക് വന്ന അദ്ദേഹത്തിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബംഗളൂരു എന്ന നഗരം അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിലായിരുന്നപ്പോ ബ്രിഗേഡും പ്രസ്റ്റീജും പോലെയുള്ള ഭീമന്മാരുടെ ഇടയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേര് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു, പടുത്തുയർത്തി. റിയൽ എസ്റ്റേറ്റിൽ നിന്നും തുടങ്ങി ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, സിനിമാ നിർമ്മാണം, ഏവിയേഷൻ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന കോൺഫിഡന്റ് എവേമരിയ പോലെയുള്ള പദ്ധതികളിലൂടെ അദ്ദേഹം ജനപ്രീതിയും നേടിയെടുത്തു. പക്ഷേ ബിസിനസ് ഒരു പരിധി കഴിഞ്ഞ് വളരുമ്പോൾ അത് ഉടമയുടെ നിയന്ത്രണത്തിലാണോ അതോ പണത്തിന്റെ ഒഴുക്കിന്റെ നിയന്ത്രണത്തിലാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ബിസിനസ് രംഗത്തെ ഏറ്റവും വലിയ ചതിക്കുഴി എന്താണെന്ന് അറിയാമോ? പ്രോഫിറ്റബിലിറ്റി വേഴ്സസ് ലിക്വിഡിറ്റി ആണ്. നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ കോടികളുടെ ലാഭം ഉണ്ടാകാം, പക്ഷെ ആവശ്യത്തിന് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ശ്വാസം മുട്ടി മരിക്കും. റോയിയുടെ ബിസിനസ് സാമ്രാജ്യം അതിവേഗത്തിലാണ് വളർന്നത്. വമ്പൻ പ്രൊജക്ടുകൾ ഒരേ സമയം ആരംഭിക്കുമ്പോൾ വലിയ തുക ഫണ്ട് ആവശ്യമായി വരും. ഇന്ത്യയിലെ ബാങ്കുകൾ പൊതുവെ ഒരു നയമുണ്ട്: നിങ്ങളുടെ ബിസിനസ് നന്നായി നടക്കുമ്പോൾ അവർ കുട പിടിച്ചു തരും, എന്നാൽ അത് ഒരു കാർമേഘം കണ്ടാൽ അവർ ആ കുട അങ്ങോട്ട് തിരിച്ചു വാങ്ങും. വലിയ ബിസിനസ്സുകൾ തകരുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഒന്ന്, ബാങ്ക് ലോണുകൾ മുടങ്ങും, പുതിയ ലോണുകൾ ലഭിക്കാതെ വരും, നിക്ഷേപകർ പണം തിരികെ ചോദിക്കും. ബിസിനസിന്റെ തല ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം പാടെ തകർന്നടിക്കും. ഈ ഒരു സമയത്താണ് സംരംഭകർ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. നിയമപരമായ ചാനലുകൾ വഴി പണം ലഭിക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ അനധികൃത മാർഗങ്ങളിലൂടെ പണം എത്തിക്കാനായി ശ്രമിക്കും. ഇവിടെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ വല വിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ 10 വർഷം മുമ്പുള്ള ഇന്ത്യയല്ല, പാടെ മാറി. ഒരു സംരംഭകൻ പോലും അറിയാതെ അയാളെ നിരീക്ഷിക്കാൻ രാജ്യത്ത് 10-ലധികം ഏജൻസികളുണ്ട്. റോയ് സി.ജെയുടെ വിയോഗത്തിന് തൊട്ട് മുമ്പ് നടന്ന റെയ്ഡുകൾ വെറും ഒരു നിമിത്തമായിരുന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്ന്. ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒരുപാട് കേട്ട് പരിചയം തഴമ്പിച്ച ഒരു പേരാണ് അല്ലെ. വിദേശത്തുള്ള പണമിടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കലും തടയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. റോയിയുടെ ദുബായ് കണക്ഷനുകളും വലിയ ഫണ്ട് ട്രാൻസാക്ഷനുകളും EDയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി ഇൻകം ടാക്സ്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന IT റെയ്ഡുകൾ റോയിയെ വല്ലാതെ തളർത്തിയിരുന്നു. വരുമാനവും ചിലവും തമ്മിലുള്ള പൊരുത്തക്കേട്, നികുതി വെട്ടിപ്പ് എന്നിവയിലാണ് ഇവർ നോക്കുന്നത്. FIU ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ്. സാധാരണക്കാർ അധികം കേട്ടിട്ടില്ലാത്ത ഈ ഏജൻസിയാണ് ബാങ്കുകളിലെ ഓരോ സംശയാസ്പദമായ ഇടപാടും നിരീക്ഷിക്കുന്നത്. EOW എക്കണോമിക് ഒഫൻസസ് വിങ് നിക്ഷേപകരെ പറ്റിച്ചോ എന്ന് അന്വേഷിക്കുന്ന വിഭാഗമാണ്. ഈ ഏജൻസികളെല്ലാം ഇന്ന് പരസ്പര പൂരകങ്ങളാണ്. EDക്ക് കിട്ടുന്ന ഒരു ചെറിയ വിവരം അവർ ഉടനടി ITക്കോ CBIക്കോ ഒക്കെ കൈമാറും. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരൊറ്റ രൂപയുടെ ഇടപാട് പോലും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്ന് സാരം. റോയിയുടെ കാര്യത്തിലേക്ക് വന്നാൽ സംഭവിച്ചത് ഇതാണ്. ഒരു വശത്ത് ED നടത്തിയ പ്രാഥമിക അന്വേഷണത്തില് വൻതോതിലുള്ള പണമിടപാടുകൾ അവർ കണ്ടെത്തി. ഇതിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് രംഗത്തെത്തി. ചോദ്യം ചെയ്യലുകൾ മണിക്കൂറുകൾ നീണ്ടു നിന്നു. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പേടിസ്വപ്നം എന്നത് മറുപടി നൽകാൻ കഴിയാത്ത ചോദ്യങ്ങളാണ്. ഈ പണം എവിടെ നിന്ന് വന്നു എന്നൊരൊറ്റ ചോദ്യത്തിന് കൃത്യമായ രേഖകളില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ ലോക്കായി എന്ന് കൂട്ടിക്കോളൂ. ഇതാണ് റോയിയെ ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. തന്റെ സാമൂഹിക പദവി, നയതന്ത്ര ബന്ധങ്ങൾ ഇവയെല്ലാം ഈ ഒരു അന്വേഷണത്തിലൂടെ തകരുമോ എന്നൊരു ഭയം അദ്ദേഹത്തെ വേട്ടയാടി. നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രമുഖരും കോടീശ്വരന്മാരായി ബിസിനസ് തുടങ്ങുകയും പിന്നീട് ബാങ്കുകളിൽ പടിവാതിൽക്കൽ കൈനീട്ടി നിൽക്കുകയും ചെയ്യുന്നത്. റോയ് സി.ജെയുടെ വിയോഗം വലിയൊരു മുന്നറിയിപ്പാണ്. വലിയ ബിസിനസ്സുകളൊക്കെ തകരുമ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലും താങ്ങാൻ പറ്റാത്തത്ര വലിയ ഭാരമായിരിക്കും ഈ കടബാധ്യതകളെല്ലാം തന്നെ. ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. റോയ് സി.ജെയെ പോലെയുള്ള പ്രമുഖർ വലിയ രീതിയിൽ പരസ്യം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു പറയാൻ മടിക്കും. ഈ അവസരം മുതലെടുത്ത് ചില രാജ്യവിരുദ്ധ ശക്തികളും തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ തെറ്റായ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളെ പ്രതിക്കൂട്ടിലാക്കാനും സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാനും അവർ നല്ലതുപോലെ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്.
നമ്മൾ തിരിച്ചറിയേണ്ടത് നിയമം അതിന്റെ വഴിക്ക് പോകുന്നു എന്നതാണ്. നമുക്ക് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ വേണമെന്ന് വാശി പിടിക്കുന്നവരല്ലേ നമ്മൾ. എന്തുകൊണ്ട് ഈ ഒരു വാർത്ത വരുമ്പോൾ ഉൾട്ടയടിക്കുന്നു? രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഈ നിരീക്ഷണങ്ങളൊക്കെ അനിവാര്യമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുകയാണ്. അവസരങ്ങൾ അനവധിയാണ്. പക്ഷേ ഈ വഴിയിൽ വീഴാതിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്, സാമ്പത്തിക അച്ചടക്കം വേണം. നിങ്ങളുടെ ഓരോ പൈസയുടെയും ഉറവിടം വ്യക്തമായിരിക്കണം. അടുത്തത്, സിസ്റ്റം മാനേജ്മെന്റ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെക്കാൾ വലുതാകുമ്പോൾ അത് നിയന്ത്രിക്കാനായി വിദഗ്ധരായ CMമാരെയും ഫിനാൻഷ്യൽ അഡ്വൈസർമാരെയും ഒക്കെ നിയോഗിക്കുക എന്നതാണ്. പിന്നെ ബാക്കപ്പ് പ്ലാൻ. ബിസിനസ് തകർച്ച അത് നേരിടാനുള്ള നിയമപരമായ വഴികളൊക്കെ മുൻകൂട്ടി കാണുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി. ബാങ്കുകൾക്കും ഗവൺമെന്റിനും നിങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടാകണം, അല്ലെ? ഡോക്ടർ റോയ് CJയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം പടുത്തുയർത്തിയ ഈ ഒരു സാമ്രാജ്യം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അന്നമാണ്. ആ ബിസിനസ് തകരാതിരിക്കട്ടെ എന്നും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് അവരുടെ പണമൊക്കെ സുരക്ഷിതമായി ലഭിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ബിസിനസ് എന്നത് വെറും പണം ഉണ്ടാക്കൽ മാത്രമല്ല, അത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. ഒരു നിമിഷത്തെ പിഴവ് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുമ്പോൾ തകരുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു സമൂഹമാണ്. അതുകൊണ്ട് പുതിയ സംരംഭകർ ഓർക്കുക, ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും തറയിലൊന്ന് ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ഡോക്ടർ റോയ് CJ എന്ന സംരംഭകന്റെ വിയോഗം കേവലം ഒരു വാർത്തയല്ല, അത് വളർന്നു വരുന്ന ഓരോ ബിസിനസ്സുകാരനും ഓരോ നിക്ഷേപകനും നൽകുന്ന വലിയൊരു പാഠപുസ്തകം കൂടിയാണ്. ആകാശത്തോളം സ്വപ്നങ്ങളുടെ ഒരു മനുഷ്യൻ ഒടുവിൽ നിശബ്ദനായി മടങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കകളും നൂറുകണക്കിന് ചോദ്യങ്ങളും കൂടിയാണ്. ബിസിനസ് എന്നത് വെറും ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമല്ല, അത് ആയിരങ്ങളുടെ ജീവിതമാണ്, വിശ്വാസമാണ്. ഒരു നിമിഷത്തെ ഇമ്പൾസീവ് ആയ ഒരു തീരുമാനം കൊണ്ട് തകരുന്നത് ആ വ്യക്തി മാത്രമല്ല, അദ്ദേഹം പടുത്തുയർത്തിയ ആ വലിയ വിശ്വാസം കൂടിയാണ്. ഉയരങ്ങൾ കീഴടക്കാൻ കുതിക്കുമ്പോൾ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാതെ നോക്കാൻ ഓരോ സംരംഭകനും ബാധ്യസ്ഥനാണ്. സാമ്പത്തിക അച്ചടക്കവും നിയമത്തോടുള്ള വിധേയത്വവും ഒരു ബിസിനസിന്റെ ചങ്ങലകളല്ല, മറിച്ച് തകർച്ചയിൽ വീഴാതെ താങ്ങി നിർത്തുന്ന സുരക്ഷാ കവചങ്ങളാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഈ വളർച്ചയിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ റോയുടെ ജീവിതം നമുക്കൊരു താക്കീതാകട്ടെ. നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റമാണ് യഥാർത്ഥ സംരംഭകത്വം. പ്രതിസന്ധികളിൽ തളരാതെ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. റോയ് CJ എന്ന വലിയ സ്വപ്നസഞ്ചാരിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ വിശ്വസിച്ച നിക്ഷേപകർക്കും ജീവനക്കാർക്കും അർഹമായ നീതി ലഭിക്കട്ടെ. ഈ ആഘാതം താങ്ങാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യൂ. ബിസിനസ് ലോകത്തെ ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.